കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകം. അപ്പൊ ആത്മവിവശനം അവശനല്ല, നമുക്കറിയാം. ഇപ്പൊ എല്ലായിടത്തും അവശതയാ. രോഗത്തിന് വന്ന് അവശതയാ. എല്ലാം ഉരുണ്ട് വീഴുകയും ഛർദ്ദിക്കുകയും കുരയ്ക്കുകയും എന്തെല്ലാം മേളമാണ് നടക്കുന്നത്. പൊത്തോന്നങ്ങ് വീഴുക. വീണാ പിന്നെ അവശത ഉണ്ടാകാതിരിക്കുമോ? നിലക്കണ്ണ് നിന്ന് ആണും പെണ്ണും എല്ലാം കൂടെ പൊടോന്നുരുണ്ട് വീണ വീടിച്ചേച്ച് അവൻ കാറെ കയറിപ്പോയി. തള്ള അവിടെ വീണ് കിടക്കുക. മാപ്പിള അവിടെ ഓട്ടോയിൽ ചാരുന്നു. ഇപ്പോൾ ഓട്ടോക്കാരനും വന്ന് നിൽക്കുന്നു. ഇതിനെയും കൊണ്ട് പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ കാശ് കൊടുക്കാതാ പോകുന്നത്. അവന് കാശ് കൊടുക്കുകയും ചെയ്യണം. അത് ആ എഴുന്നേറ്റുള്ള പോക്കൊക്കെ ഒന്ന് കാണാൻ ആവശ്യപ്പെട്ടില്ല. എഴുന്നേറ്റ് മുടി അഴിഞ്ഞ് കൂടെയുള്ളവരെല്ലാം പോയി. ഒരു തരത്തിൽ ഒത്തിയും ചാടി ഓട്ടോയിൽ കയറുകയല്ല, അങ്ങോട്ട് ഇടുക. അവനും കരുന്ന പോകാം മോളി. ഇല്ല, എൻ്റെ ഷാൾ അവിടെ കാണും. ഉരുണ്ട് വീണപ്പോൾ ഷാളം കണ്ട് പോയതാ. അവൻ ഞാൻ അതെടുത്തോണ്ട് വന്നു. ഓട്ടോ സ്റ്റാർട്ടൊക്കെ വിടരുത്, എൻ്റെ വാച്ച് അവിടെ കണ്ട്. ഇത് ആവശ്യതയാ. നമ്മൾ ചോദിക്കും നാളെ വരുമോ? എന്നാ പറ്റുമോ? ആവശ്യതപ്പെട്ടത് മിണ്ടാൻ പോലുമുള്ള അങ്ങനുണ്ട്. ഞങ്ങളുടെ വെളിയനാട് പണ്ട് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ആത്മാവിൽ ശക്തമായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, കുന്നുപറമ്പിലെ കൊച്ചായനെ. പുള്ളി അനങ്ങാതിങ്ങനെ നിൽക്കുക. അപ്പം അമ്മാമ്മ അപ്പുറത്തെ സഹോദരിമാരുടെ ഭാഗത്തുണ്ട്, രാജമാമ. പുള്ളിക്കാരി ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പം പുള്ളി അനങ്ങാതെ. എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാനും ഉണ്ട്. അപ്പം രാജമാമ ചോദിച്ചു, എൻ്റെ പാപ്പ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നൃത്തം, നിങ്ങൾ മാത്രം ഇങ്ങനെ. അപ്പം പുള്ളിയുടെ ഡയലോഗ് അതാ രസപ്പുള്ളി. രാജമ്മേ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മൺകൂടാരത്ത് വന്നിട്ട് എനിക്കൊരക്ഷരം പറയാൻ പറ്റുന്നില്ല. പുള്ളിയുടെ ഡയലോഗാ. നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പം നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. എനിക്ക് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരങ്ങൾ വന്നിട്ട് എനിക്കൊരു അക്ഷരം മിണ്ടാൻ മേല, അനങ്ങാനും മേല. എനിക്ക് വന്ന് നിങ്ങൾക്കും അങ്ങനെയാന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അനങ്ങാനും മേല. ഇത് വിവശതയാ, അവശതയല്ല. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ഈ ആത്മവിവശത വന്നാൽ ബോധം പോകുകയല്ല, ബോധം ഉണ്ടാകുക. ചെല്ലു ധരിക്കുന്ന ബോധം പോകുക, എന്നാൽ ബോധം പോകുകയല്ല, ബോധം ഉണ്ടാകുക. ആ ഭാഗം നിങ്ങൾ പഠിച്ചേ. കാണും, കേൾക്കും, അറിയും, എഴുതും, ഓർക്കും, പറയും, നോക്കും. താനോട്ട് പഠിക്കുമ്പോൾ അതെല്ലാം അതിനകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ആത്മവിവശത എന്ന് പറഞ്ഞാൽ അവ യോഗത്തിന് വന്ന് അനങ്ങാതെ അവിടെ ഉരുണ്ട് വീണ് കിടക്കുന്നതല്ല. ആത്മവിവശത വന്നപ്പോൾ കാണും, കേൾക്കും, അറിയും, പറയും, ഓർക്കും, എഴുതും, മറക്കത്തില്ല. അതാ വിവശത. അവിടെ വായിക്കുന്ന കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്വനൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നേതം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം വായിച്ചല്ലോ. തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം മലങ്കെങ്കിലും പിടിച്ച് 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നിലയങ്ങ് ധരിച്ച് മേറത്ത് പൊൻകച്ച കെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. താരോട്ട് നമ്മുടെ കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ പ്രത്യക്ഷതയാ യോഗം ഞാൻ കാണുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ആരാ യേശു ക്രിസ്തു? നിന്റെ പാപത്തെ മോചിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിനക്ക് സമാധാനം നൽകുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്നെ സൗഖ്യമാക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ. ആരാ യേശു ക്രിസ്തു? എല്ലാത്തും ജയിച്ചവൻ. ആരാ യേശു ക്രിസ്തു? സകലത്തെ നിയന്ത്രിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ. ആരാ യേശു ക്രിസ്തു? സകല രോഗങ്ങളെ സൗഖ്യമാക്കുവൻ. ഇന്ന് രാത്രി മഹത്വവാനാകുന്ന തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി കണ്ടുവേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. കരുണ നിറഞ്ഞ കണ്ണുള്ളവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു. കാതുള്ളോൻ ലോകപാപ ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നടിപ്പാൻ കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പി. ചേർന്ന് പാടാം. കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടും മുഖപാപമാതിഥ്യൻ ശക്തിയോടും പ്രകാശിക്കും പോലെയും തലമുടി അവള പഞ്ഞി പോലെ ഇരിക്കും.
ജീവിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പിൻ. നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള പാട്ട് കൈയടിച്ച് പാട്. വഴിക്ക് സത്യവും ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയും ആശ്വാസം ഉമേയവൻ. പാപചൂമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ പൊഴിയുമേ മേഘത്തൂണിൽ നിന്നും പാടി സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. ഓ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂവിരാജക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരിച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരി വിശ്വസ്ത സാക്ഷിയെ നിനച്ച്. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. വളരെ വെള്ളത്തിൽ നിരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചൊരു ഉയർത്തു യുവാനായി തക്ക വല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതും വലിയ ഗംഭീര ശബ്ദമുള്ളോന്. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകളവും തന്റെ വിളിയോടിട കലർന്ന് മുഴങ്ങവേ വാനലോകത്തിൽ നിന്ന് ജ്വലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പ് കലങ്ങും ദുഷ്ടൻ മക്കൾ ആനന്ദിക്ക് സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. ചേർന്ന് മന്നവ മന്നനാകുന്ന മജികായേ മകസേനയും കർത്തനെ മണ്ണും പിണ്ണും പടച്ചവനെ മാനുവേന മണ്ണു നന്ദനെ നന്ദനെ മേരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയും. യേശു രാജാവിനോ ജന്ന നല്ലവന യേശു രാജൻ വരും സർവവല്ലഭ യേശുവേ വേഗം സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. ഹരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. മൊത്തം പാടാനല്ല പറഞ്ഞ് ഇടയ്ക്കൊരു ആശ്വാസം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്തെങ്കിലും ഒന്ന് പാടിത്തരണ്ടേ? ഞാൻ ജാതം പിടിച്ച് പാടുക. ഇതുകൂടെ പാടാനാ ദൈവത്തിന് മഹത്വം. എല്ലാവരെയും ചിലപ്പോൾ തിട്ടമില്ലെങ്കിലും ഒരാശ്വാസം. ഈ പണ്ട് ആ ഭാഷ പറയുന്ന തെറ്റായി. കൊല്ലൻ്റെ ആലയിലെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടല്ലോ, വലിയ ഈ ഇരുമ്പ് പഠിപ്പിക്കും, കൂന്താലിയും പിക്കാസും ഒക്കെ. അപ്പോൾ അത് പഠിപ്പിച്ച് ഇങ്ങനെ ചെമ്പരത്തി പോലെ ചുമക്കുമ്പം കൊടലി കൊണ്ട് പിടിച്ചേ, ഞാൻ ആ ഭാഷ പറയുന്ന തെറ്റ് പണങ്ങരുത്, പിടിച്ച് ഒരു തൊട്ടിയും വെള്ളമുണ്ട്, കൽത്തൊട്ടിയാണ്, അതിലോട്ട് നമുക്ക് വേറൊരു ഇരുമ്പ് കൂടത്തിലോട്ട് വെച്ചിട്ട് വലിയ കൂടമെടുത്ത് പുള്ളി ഒരടി അടിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ട് പഴയ അപ്പച്ചന്മാർക്കറിയാം. അടിക്കും, അടിച്ച് പുള്ളി ഇതിങ്ങനെ എടുത്ത് അടിക്കാൻ ഇച്ചിരി സമയം എടുക്കും. പുള്ളി ഇങ്ങനെ ഒരടി അടിക്കുമ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോ പിള്ളാരോ അല്ലെ കയ്യാളുകളുണ്ട്, ചെറിയ ചുറ്റിയേക്ക് അതുപോലെ രണ്ടടി അടിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരടി അടിക്കുമ്പം മേച്ചൻ അവിടെ നിന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, ആ മഹത്വമാനായ യേശുവിൻ്റെ ദർശനം, വെളിപ്പാട്, അത് യോഹന്നാൻ കണ്ടു. അതാ 1-ാം അധ്യായം. ഓടിച്ചു പറയാം. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. അതിലെ ഒടുവിലത്തെ സഭയാകുന്ന ലവോദിക്കിയ സഭയോട് പറഞ്ഞ ദൂതിലെ ഒരു ഭാഗമാണ് രാത്രി ചിന്തയ്ക്ക് വായിച്ചത്. വേഗത്തിൽ പറഞ്ഞേക്കാം. 3:20 ഒന്നുകൂടെ വായിച്ചോ. 3:20 പെട്ടെന്ന് വായിച്ചോ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തു അവൻ വാതിക്കൽ നിന്ന് മുട്ടുക. ഒരു കാര്യം ഓടിച്ചു പറയാം. 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് സഭയുടെ നടുക്കുണ്ട്. 7 നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് 7 സഭയാന്ന ആ പുസ്തകത്തിലെ വാക്യം നമ്മൾ വ്യാഖ്യാനിക്കേണ്ട അവിടെ തന്നെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ 7 നിലവിളക്ക് 7 സഭ. ആ നിലവിളക്കിന്റെ നടുവിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്കുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നടുക്ക് വെറും സ്റ്റാച്ചുവായിട്ട് നിൽക്കുകയല്ല. യേശുവേ നീ ഇവിടെ നിന്നോണം, അനങ്ങരുത്, ഞങ്ങൾ അതിന് ബാക്കി കാര്യം ചെയ്തോളാം. അല്ലല്ല, ആ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വായിച്ചോ. 2-ാം അധ്യായത്തിൻ്റെ 1. ഇനി ചടികടാന്ന് വായിക്കണം, സമയം പോവുക. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ
നടുവിൽ നിൽക്കുന്നു. രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സഭയുടെ നടുവിൽ കൂടെ യേശു നടക്കുക. ഇന്ന് രാത്രിയോ അവിടെ നമ്മുടെ നടുവിലുണ്ട്. യേശു ക്രിസ്തു നടുവിലാണെന്ന് ചില പൊട്ടന്മാര് ധരിച്ചിരിക്കുന്ന യേശു കിടക്കാൻ. അതുകൊണ്ട് ചാക്കോച്ച പ്രാർത്ഥിക്കാ പൊട്ട കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സൂര്യനോടാ. വായിര് 8:16 യഗസ്കേൽ വെളിപ്പാടല്ലേ? വായിക്ക്, പെട്ടെന്ന് വായിക്ക്, പോകണ്ടേ എല്ലാവർക്കും. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവിൽ ഏകദേശം 25 പുരുഷന്മാരെ ഓടിച്ചു വായിരേ. തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിഞ്ഞുകൊണ്ട് നിന്നിരുന്നു. അടുത്തത് അവര് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുക. എന്റെ പൊന്നു സഹോദര, കിഴക്കോട്ടുള്ള പ്രാർത്ഥനയും കിഴക്കോട്ടുള്ള നോട്ടം സൂര്യാരാധനയാ. നമ്മുടേത് സൂര്യാരാധനയല്ല, ദൈവാരാധനയാ. അതിന് കാരണം തന്നെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുക്കുണ്ട്. അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴേ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും നടുവിലുണ്ടെന്ന്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. പുറപ്പാട് പുസ്തകം 25 നിങ്ങൾ പഠിക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന് അനന്തരം 12ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിൽ ചെന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയൊക്കെ നടുക്കിരുന്ന് അവിടുന്ന് തിരുവായി ഒഴിഞ്ഞു. ദൈവത്തിന്റെ മകത്ത് അവരമ്പരന്ന് പോയി. എന്തിനേറെ ക്രൂശിൽ കിടന്നപ്പോഴും 2 കള്ളന്മാരുടെ നടുവിലാണ്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴും ശിഷ്യന്മാരുടെ നടുവിലാ. വാതിലടച്ചിട്ടപ്പോഴും വാതിലിനകത്ത് എന്ന് നടുവിലാ വെളിപ്പെട്ടത്. ഇന്ന് രാത്രിയിലും 7 നിലവിളക്കുടെ നടുവിൽ. അതുകൊണ്ട് എൻ്റെ സഹോദര, ദൈവസ്നേഹത്തിൽ വചനത്തെ വിളിച്ച് വെച്ച് പറയാ, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. കിഴക്കുന്നുമല്ല, തെക്കുന്നുമല്ല, പടിഞ്ഞാറുന്നുമല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച ഉയരത്തിനാ വരുന്നത്. ഇന്ന് രാത്രി യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് അവിടുന്ന് പ്രകാശിക്കുന്നു. ഇന്ന് രാത്രി ആ പ്രകാശം നീ പ്രാപിച്ച് ഇന്ന് രാത്രി അവിടുത്തെ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് കിഴക്കോട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് വരെ അബദ്ധമായി. ഇന്ന് നിർത്തിയേച്ച് നീ ദൈവത്തോട് കണ്ണ് മേളിലോട്ട് ഉയർത്തി പ്രാർത്ഥിക്കരുത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് അല്ല പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നേരെ ഇന്നേലും നല്ല ബുദ്ധി ഉണ്ടായിച്ചു പോ. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് നടുവിലുണ്ട്. ഇന്ന് രാത്രി അവിടെ നിന്ന് നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ സത്യമാ. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ. നേരമില്ല. അപ്പോൾ ഇന്ന് രാത്രി അവിടെ നിന്ന് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ 1-ാം അധ്യായത്തിൽ നിലവിളക്കട നടുവിൽ യേശു നിൽക്കുന്നു. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ആ കർത്താവ് വെറുതെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയല്ല, പ്രതിമയായിട്ടല്ല, ഒരു ബിംബമായിട്ട് നിൽക്കുകയല്ല. 2-ാം അധ്യായത്തിൽ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവനുള്ള ദൈവമാ. ചത്ത ദൈവമല്ല, മൺമറഞ്ഞ ദൈവമല്ല, മണ്ണോട് മണ്ണായ ദൈവമല്ല, മിണ്ടാട്ടമില്ലാത്ത ദൈവമല്ല, മിണ്ടാതെ മൃഗലിക്കാതെ ഇരിക്കുന്ന ദൈവമല്ല. അവിടുന്ന് ജീവനുള്ള ദൈവമാ. അവിടുത്തെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യാം, മൂക്കൊണ്ട് മണക്കുന്നുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അവനെ സേവിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവർ അവനെ പോലാ. പത്രോസ് പറഞ്ഞ നമുക്കറിയാം, ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കൽ നിങ്ങളും ചെന്നിട്ട് ജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാത്രി അവൻ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ ഇന്ന് രാത്രി നടുവിൽ നടക്കുന്ന കർത്താവിന്റെ മഹത്വമുള്ള സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കും.
ഞാന് ഇനി ആമേൻ സ്തോത്രം ദീർഘമാക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം. ദൈവത്തിന്റെ മകത്ത് ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് വാതിക്കൽ നിന്ന് മുട്ടുക. ഏതൊക്കെ വാതില് എല്ലാം വിവരിക്കാൻ നേരമില്ല. 1 ഹൃദയത്തിന്റെ വാതിൽ, 2 നിന്റെ ഭവനത്തിന്റെ വാതിൽ, 3 ദേശത്തിന്റെ വാതിൽ, 4 രാജ്യങ്ങളുടെ വാതിൽ, 5 രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ വാതിൽ. ഇന്ന് രാത്രി വാതിക്കൽ നിന്ന് യേശു മുട്ടുക. ആര് വാതിൽ തുറക്കും? ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ യേശു അകത്തേക്ക് പ്രവേശിക്കുക. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക്, 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയുടെ നടുവിൽ കൂടെ നടക്കുന്നുണ്ട്. 1-ാം സഭ എഫെസോസ് സഭയുടെ കാര്യമല്ലേ? എഫെസോസ് സഭയുടെ നടുവിൽ കൂടെ 1-ാം സഭയുടെ നടുവിൽ കൂടെ നടന്നു. 2-ാം സഭ കയറി, 3-ാം സഭ 5, 6, 7-ാമത്തെ സഭ വന്നപ്പോൾ നടുക്കുമില്ല, നടുവിലുമില്ല, പുറകിലുമില്ല. യേശുവിനെ പുറത്താക്കി. അകത്ത് ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പാ. പറഞ്ഞടാ ഞാൻ നടക്കൊന്നുമില്ല, ഞാൻ വെളിയില്ല, എന്നെ കൂടെ ഒന്ന് കേറ്റേ. പുള്ളി വാതിൽക്ക് നിന്ന് അപ്പൊ സെക്രട്ടറി എന്ന് പറഞ്ഞു, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കാൻ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ആരോടാ? യേശുവിനോടാ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത് ഇരിക്കാൻ പറയണ്ടല്ലോ എന്ന് ഓർത്താ. അപ്പം അതുകൊണ്ട് പിന്നെ ഞോണ്ടുകയും മുരടുകയും ചെയ്യണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി നിന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി അവരെന്നാ ചെയ്യുന്നെന്ന്. ഞാൻ നോക്കുന്നില്ല. ഒരു കാര്യം പറയാം, പലയിടത്തും യേശുവിന് നടുക്ക് സീറ്റില്ല. വേറെ പലരുമായി ഇത് കൈയടക്കിയിരിക്കുന്നത്. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. അതെന്നാ അങ്ങനെ മുട്ടാൻ കാര്യം? അകത്തിരിക്കാൻ മേല. 1 ഇസബേൽ ഇതിനകത്തുണ്ട്. 2 ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നതിനകത്തുണ്ട്. 3 നിക്കലോവിയ ഉപദേശക്കാർ ഇതിനകത്ത് കയറി. സ്തോത്രം. 4 കള്ളയപ്പോസ്തലന്മാർ ഇതിനകത്ത് കയറി. 5 യഹൂദരല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറഞ്ഞതിനകത്ത് കയറി. 6 സാത്താന്റെ പള്ളിക്കാർ കയറി. 7 ദുരുപദേശക്കാർ ഇതിനകത്ത് കയറി. യവന്മാരെല്ലാം കൂടി ഇതിനകത്ത് കയറിയോണ്ട് ഇപ്പൊ യേശുവിന് ഇരിക്കാൻ മേല. പലയിടത്തും ഇത് തന്നെ. യേശു വെളിയില്ല. ഇവരെ ആരെയും നമുക്കൊന്നും പറയാനും ഒക്കത്തില്ല, ഇറക്കി വിടാനും ഒക്കത്തില്ല. കാരണം സഭയുടെ മെയിൻ ആൾക്കാരാ. ഒന്നെങ്കിൽ മെയിൻ അച്ചായന്റെ മകനാ ദുരുപദേശത്തിൽ പെട്ടത്, അല്ലെ മെയിൻ ദശാംശം കൊടുക്കുന്നയാളാ, അല്ലെ സഭ പണിത പുള്ളിയാ. പണിതപ്പം കൃപയിലായിരുന്നു, ഇപ്പൊ പരുവക്കേടായി. അല്ലെ പുള്ളിയുടെ വസ്തുവില്ല സഭാഗോള് ഇരിക്കും. ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. പകുതി പുള്ളിക്കും പകുതി ഹോളിനും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില സഭയ്ക്ക് സ്ഥലം കൊടുക്കുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും 5 സെന്റ് എവിടെ മുടിഞ്ഞോനെ നീ ഒരു 25 അങ്ങ് കൊടുക്കേ. ഉണ്ടല്ലോ 2-3 ഏക്കർ. അങ്ങനെ ഉള്ളവരോടായി പറയാനേ. 3-4 ഏക്കറുള്ള നീ ഒരു 50 സെന്റ് കൊടുക്ക്. ദൈവത്തിനല്ലേ? ദൈവത്തിന് ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നും. ദൈവം ഇപ്പം സ്ഥലമില്ലേലും പുള്ളി വരുമല്ലോ. സ്ഥലമില്ലെങ്കിലും പിന്നെ വരും. അതിന് യാതൊരു തർക്കവും ഇല്ല. ഒരു കാര്യം പറയാം, സഭയ്ക്കകത്ത് ഇപ്പൊ കർത്താവിന് ഇരിക്കാൻ മേല. കർത്താവ് സഭയുടെ വെളിയിൽ നിന്ന് മുട്ടുക. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. എന്റെ സ്വരം കേൾക്കുമോ മകളെ മകനെ കുഞ്ഞേ. എന്റെ സ്വരം കേൾക്കുമോ മകളെ മകനെ കുഞ്ഞേ. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി നീ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്ക്. യേശു നിന്റെ ഉള്ള
ഉള്ളത്തിലേക്ക് വരട്ടെ. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, നിരന്തരയോ ഒന്നും കണ്ട് കാഴ്ച വെക്കണ്ട. നിന്റെ ഏത്തക്കൊല വേണ്ട, വാഴക്കൊല വേണ്ട, സാമ്പ്രാണി വേണ്ട, മെഴുകുതിരി വേണ്ട, അരി വേണ്ട, മലര് വേണ്ട, പൊരി വേണ്ട, നിന്റെ വസ്തു വേണ്ട, സ്വോത്രകാഴ്ച വേണ്ട, നിന്റെ കൊച്ചിനെ വേണ്ട, നിന്റെ കോഴിയെ വേണ്ട, പൂവനെയും വേണ്ട, പെടയും വേണ്ട, കന്നാലിയും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്ക്. എൻ്റെ യേശുവേ, എൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, ഞാൻ വെറും കൈയായിട്ട് അങ്ങോട്ട് വരിക, പക്ഷേ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ആരേറ്റെടുക്കും, അവനും അവന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. 1-2 കാര്യങ്ങൾ അഭിവാചകം പോലെ പറഞ്ഞത്. വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാതിക്കൽ എന്തൊക്കെയുണ്ടെന്നാ അത് പറയാനാ ഞാൻ ഇരുന്നത്. എന്നാലും അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അല്ല, ഇനിയിപ്പോൾ നാളെ പറയാൻ ഒക്കുകയല്ല. പിന്നെ വാതിക്കൽ എന്തൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിവുള്ള കാര്യം ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. പുതിയതൊന്നും അല്ല, പഴയതാ എങ്കിലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വാതിക്കൽ എന്തൊക്കെയുണ്ട്? വാതിക്കൽ ഇവരെ വായിക്കാൻ അല്പം അമാന്ത ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറയാം. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എന്നാലും ഇത്രത്തോളം വായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. 3 പേരും വിളിച്ചപ്പം മുമ്പോട്ട് വന്നിരിക്കുകയും വായിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ മകത്ത്. അതുകൊണ്ട് ഇനി ഞാൻ അഭിവാചകം പോലെ വായിക്കുമ്പോൾ പിന്നെ സമയം പോവുക. ഇവർ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കുന്നു, മൂക്കലിക്കുന്ന കണ്ണട മടക്കി വെക്കും. പിന്നെ ചിലപ്പോൾ ദൂരെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാലും അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഓടിച്ചങ്ങ് പറഞ്ഞ് നിർത്തുക. വാതിക്കൽ എന്തൊക്കെയുണ്ട്? വാതിക്കൽ എന്തൊക്കെ? ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 4:7 പഠിക്കുമ്പോൾ വാതിക്കൽ പാപം കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തണം. ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. ആ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ലോകത്തിൽ ഇറങ്ങി വന്നു. ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ യേശു. യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരമോ അനുഷ്ഠാനമോ പാരമ്പര്യമോ കീഴ്വഴക്കമോ കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. തോമാശ്ലീഹയുടെ കാലത്ത് മുങ്ങിയാലാന്ന് പറഞ്ഞാലൊന്നും പാപം പരിഹരിക്കുകയല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഗുരുജൻ തൊട്ടി പണിതത് കൊണ്ടോ, പെന്തിക്കോസ് കോള് വെച്ച് കൊടുത്തത് കൊണ്ടോ, അവൻ സഭാകുളിന് പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടോ, അവൻ കൺമഷം നടത്തിയത് കൊണ്ടോ, 10 പേർക്ക് ജാപ്പാട് കൊടുത്തത് കൊണ്ടോ, ആശ്വാസഭവനിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അത് വളരെ നല്ലതാ, കൊടുത്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി അതിന് മുഖാന്തരം ഉണ്ടാകട്ടെ. നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുവാൻ, മോചിക്കുവാൻ പര്യാപ്തമായ രക്തമാണ് യേശുവിന്റെ പരിശുദ്ധ രക്തം. എന്താ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? 1, ഇത് പാപം മോചിക്കുന്ന രക്തം. 2, രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം. 3, നിനക്ക് സമാധാനം തരുന്ന രക്തം. 4, സകല വ്യാധികളും പൊറുപ്പിക്കുന്ന രക്തം. 5, നമുക്ക് ജയം തരുന്ന രക്തം. വെളിപ്പാട് വായിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ ജയിച്ചെന്ന. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് ജയം തരുവാൻ കഴിവുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. ഇത് പുണ്യാക രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കിടൻ രക്തവും മലിനപ്പെട്ട മേത്തളിക്കുന്ന പശുഭസ്മവും ജഡിക ചുത്തു വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവേ, ഞാൻ പാപിയാ, എന്റെ പാപം ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, എന്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പാപത്തെ മോചിച്ച്, പാപത്തെ ക്ഷമിച്ച് എന്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ അവിടുത്തെ മകളാക്കി മകനാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഓടിച്ച് അവസാനിപ്പിക്കട്ടെ. 1, വാതിക്കൽ പാപം കിടക്കുന്നു. 2, വാതിക്കൽ സംഹാരകൻ നിൽക്കുന്നു. പുറപ്പാട് 12:13 നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവൻ സംഹാരകൻ വാതിക്കൽ നിൽക്കുക. സംഹാര ശക്തി വാതിക്ക് എന്തിന്? ആദിയാതനെ തട്ടാൻ. രക്ഷപ്പെടാൻ എന്നാ മാർഗം? ഒരു കുഞ്ഞാടിനെ എടുത്ത് ചോരത്തലി ആചരിക്കണം. ആചരിച്ചു. എന്തോ സംഭവിച്ചു? സകല എണ്ണവും രക്ഷപ്പെട്ടു. എവിടുന്ന്? മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ടെന്ന്. ഈ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാ? എല്ലാരും ഇപ്പൊ പാട്ട് പാടുക. മിസ്രയീം വിട്ടതിൽ പറവോന്റെ തിന്നെ കിടന്നാ പാടുന്നേ.
അവനും പെമ്പളയും കൂടെ ജനലിൽ കൂടെ അയ്യോ ഈ വിട്ടി നമ്മുടെ തിണ്ണേ കിടന്നാന്നല്ലോ. ഒരു തലയണയും പായും അവിടെ മടക്കി വെച്ചിരിക്കുക. രാവിലെ പോയി ഇഷ്ടി കുഴയ്ക്കും, വൈകിട്ട് വന്നിച്ച് പാടുക പറവോന് ഞാനിനി. പറവോനും പെമ്പള എൻ്റെ ഭാഷയെ ചിരിക്കുക. ഈ വിട്ടി ഇവിടെ തന്നെ കിടന്ന് എടാ പറവോന് ഞാനിനി അടിമയല്ലെന്ന് പാടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ചെങ്കടൽ കിടന്ന് അക്കരെ കയറുമ്പോഴാണ്. ചെങ്കടൽ തീരത്ത് വന്നതുകൊണ്ടും മിശ്രയും വിട്ടിട്ടില്ല. ചെങ്കടൽ കടന്ന് മറുകര കയറുമ്പോൾ അത് വേറൊരു രാജ്യമാണ്. അവിടെ ഫറവോൻ അധികാരമില്ല. അപ്പൊ ചെങ്കടൽ പൂർണ്ണമായിട്ട് വിടുമ്പോഴാണ് മിശ്രയും വിടുന്നത്. എന്ന് പറഞ്ഞാൽ ചെങ്കടൽ സ്നാനത്തിന് മുൻകുറി. റോമാലേഖനവും പത്രോസ് ലേഖനവും കൊരിന്ത്യാലേഖനവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് സ്നാനത്തിന് മുൻകുറി എന്ന് പറഞ്ഞാൽ നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കഴിഞ്ഞ് മറുകര കയറുമ്പോഴാണ് പൂർണ്ണമായിട്ട് മിശ്രയും വിടുന്നത്. അപ്പോൾ വാതുക്കൽ സംഹാരം നിൽക്കുക. സംഹാരകം തൊടാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം ഇതാ, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. യേശുവിൻ്റെ കാൽവരി മരണം. നമ്മുടെ പഥക കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ഒന്ന്, വാതുക്കൽ പാപം, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ട്. രണ്ട്, സംഹാരകൻ വാതുക്കൽ പ്രമാണം കാത്ത് സ്നാനപ്പെട്ട് നീ മറുകര കയറിയാൽ നിനക്ക് വിടുതൽ. സ്തോത്രം. മൂന്ന്, വാതുക്കൽ യാക്കോബിന്റെ ലേഖനം 5:7, 8, 9 പഠിക്കുമ്പോൾ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. ഒരുത്തനോടൊരുത്തൻ ഞരങ്ങി അതൊന്ന് വായിച്ചങ്ങ് നിർത്തിയേക്കാം, അതേ ഒക്കെയുള്ള. 5:9 വായിര്, പെട്ടെന്ന് വായിച്ചോ. യാക്കോബ്. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ബന്ധിക്കോസുകാരോടും കൂടെ പറഞ്ഞത്, ഞരങ്ങരുത് നീ ഒരുവന്റെ നേരെ. ഇച്ചിരി സമയം കൂടി എടുക്കും, വെള്ളം തന്നത് കൊണ്ട്. ഒരുവന്റെ നേരെ ഒരുവൻ, നീ കൂട്ടുവിശ്വാസിക്കെതിരെ ഞരങ്ങരുത്. ദൈവദാസന്മാർക്കെതിരെ നീ ഞരങ്ങരുത്. ദൈവദാസന്മാർ പരസ്പരം അന്യോന്യം ഞാൻ അങ്ങനെയുണ്ട്. സെന്റർ, സെക്ഷന്, പ്രസ്ബിറ്റർ, കുന്തം, കോടാലി, കമ്മിറ്റി, കൗൺസിലിന്റെ ഞരങ്ങരുതെന്ന്. കൂടെ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർ ദൈവദാസന്മാർക്കെതിരെ വേറൊരുത്ത ഞരങ്ങരുത്. അവനെതിരെ ഫേസ്ബുക്കിലും വാട്സപ്പിനകത്തും കുന്തത്തിനകത്തും എല്ലാം ഇരുന്ന് അടിച്ച് നിന്റെ എല്ലാം ഇടപാട് ദൈവം, നിന്റെ പരിപ്പളക്കും ദൈവം. ഞാനാണ് എൻ്റെ ഞരങ്ങരുത്. കാരണം പറയാൻ, ന്യായാധിപതി വാതുക്ക നിൽക്കുക. നിന്നെ ന്യായം വിധിക്കുമെന്ന്. വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, സംസാരത്തിന്, ഇടപാട് സകലത്തിന് ന്യായവിധിയുണ്ട്. ഞരങ്ങിപ്പോകരുത്. സഹോദരിമാരോട് പറയും, അമ്മായിമ്മയ്ക്കെതിരെ ഞരങ്ങരുത്, മരുമകൾക്കെതിരെ ഞരങ്ങരുത്, സഹോദരങ്ങൾക്കെതിരെ ഞരങ്ങരുത്. സ്തോത്രം. അങ്ങ് അന്യോന്യം പഴിചാരരുത്, ചെളിവാരി അറിയരുത്. സ്തോത്രം. എന്നെ എല്ലാവരും ഒരു പരുവക്കേടിയിരിക്കുന്നേ. വാതുക്കൽ ന്യായാധിപതി നിന്നെ ന്യായം വിധിക്കും. വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. നിന്റെ സംസാരം ശ്രദ്ധിച്ചോണം. നിന്റെ കൂടെ ആരാധിക്കുന്ന കൂട്ടുവിശ്വാസിക്കെതിരെ, കൂട്ടു സഹോദരനെതിരെ, കൂട്ടുവേലക്കാരനെതിരെ ടോർപ്പിട വെച്ചിട്ടുണ്ടെങ്കിൽ, പാര പണിതിട്ടുണ്ടെങ്കിൽ, അടിയിൽ കൂടെ ബ്രഹ്മാണ്ടം പണിതിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു, അവൻ ഞരങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, അതാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയും. കർത്താവേ സ്തോത്ര, നാവിനെ ബന്ധിക്കണേ. ചിലരങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചിലർക്ക് സന്തോഷമാ, എനിക്ക് പറ മാസ്റ്ററായി കേൾക്കട്ടെന്ന്. ചെല്ല് പറയും, ദൈവമേ ബന്ധിക്കണേ, നീ സിംഹത്തിൻ്റെ വായെ. ദൈവത്തിന് മഹത്വം. ഒന്ന്, പാപം വാതുക്കെ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാ. നീ അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തണം. സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ദൈവകൃപ കൊണ്ടേ ഒക്കൂ. ആ പാപത്തിന് പരിഹാരം വരുത്താനാണ് യേശു ഇങ്ങോട്ട് വന്നത്. യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും പരിഹരിക്കും. രണ്ട്, സംഹാരകൻ വാതുക്കെ നിൽക്കുക. ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനടുത്ത് ചോരത്തുള്ളി ആചരിച്ചേച്ച് അവിടെ നിൽക്കരുത്. ചെങ്കടൽ കടക്കണം, സ്നാനപ്പെടണം, നിനക്ക് വിടുതല. മൂന്ന്, ന്യായാധിപതി വാതുക്കെ നിൽക്കുന്നെന്ന്. ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. ആവശ്യമില്ലാത്തത് പറയരുത്, ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ഉണ്ടല്ലോ ഒത്തിരി 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 ഉണ്ടല്ലോ. ഒരു സെക്ഷനിലാ കൂടുന്ന ടോർപ്പിടോയാ, ഒരു സെന്ററിൽ കൂടുക ടോർപ്പിടോയാ. സ്ഥാനം കിട്ടാൻ, കസേര കിട്ടാൻ, അധികാരം കിട്ടാൻ എന്തെല്ലാം സൂത്രവിദ്യകളാ. സൂത്രത്തിൽ സമ്പാദിക്കുന്നൊന്നും നിലനിൽക്കത്തില്ല. ദൈവം ഉയർത്തണം, ദൈവം നിന്നെ ആദരിക്കണം.
ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. ന്യായാധിപതി വാദിക്ക് നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം. മാത്രമാണോ ആണ്ടെ രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുത്തൻ വാദിക്കല് 5:9 തോന്നുന്നു. സ്തോത്രം. വായിക്കണം, നേരമില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:9-11 വാക്യം പഠിക്കുമ്പോൾ ആമ രഥങ്ങളോടും സമ്മാനങ്ങളോടും കൂടെ നയമാൻ താൻ്റെ വീട്ടുവാതിക്ക് നിൽക്കുന്നു. ആരുടെ വീട്ടുവാതിക്ക്? എലീശായുടെ. അങ്ങനല്ലേ അമ്മാമ? അതൊന്ന് വായിച്ചു. രോഗശാന്തിക്ക് നിൽക്കുന്നു. പെട്ടെന്ന് വായിരേ. എന്നാ വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നയമാൻ വാതിക്ക വന്ന് നിൽക്കുക. കുഷ്ഠരോഗിയാ, പരാക്രമശാലിയാ, എങ്കിലും കുഷ്ഠരോഗി. എന്തോ സംഭവിച്ചെന്നറിയാമോ? വാതിക്ക വന്ന് നിന്ന നയമാനോട് എലീശ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഷ്ഠമല്ലേ, സൗഖ്യം കിട്ടാനല്ലേ വന്ന്, സമ്മാനമൊക്കെ ആയിട്ട് രഥങ്ങളും ഒക്കെ ആയിട്ട് ഒറ്റ കാര്യം അവിടെ യോർദാനിൽ പോയി മുങ്ങ് 7 പ്രാവശ്യം. പുള്ളിയോടനെ കുർത്തിച്ചു. കുർത്തിക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു. ഈ കലക്കവെള്ളത്തിൽ പങ്കുന്ന മുങ്ങേണ്ട കാര്യം എനിക്ക് ഇല്ല. ഞങ്ങളുടെ അവിടെ അവാനയും പറപ്പരുമുണ്ട്. അപ്പം കൂടെ വന്നൊരുത്തന് വെളിവുള്ളവനാ. അവൻ പറഞ്ഞു, തിരുമേനി 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 തന്നെത്താൻ അങ്ങ് തിരുമേനി എന്ന് പറയുന്നുണ്ടല്ലോ. തിരുമേനി കട്ടിപ്പണിയൊന്നും അല്ലല്ലോ പറഞ്ഞേ, കിണ്ടിലിയാക്ക് കഴുത്തലിട്ട് മുങ്ങാനല്ലല്ലോ പറഞ്ഞേ, ഇറങ്ങി അങ്ങ് മുങ്ങാനല്ലേ പറഞ്ഞേ. തിരുമേനി എപ്പോഴും മുങ്ങുന്ന ആളുമാണല്ലോ. മുങ്ങ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പുള്ളി മുങ്ങി. പറഞ്ഞതുപോലെ 7-ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെ. എന്തിനാ വാതിക്ക് നിന്നത്? രോഗശാന്തി കിട്ടാൻ. 5:14 അവൻ ദൈവപുരുഷന്റെ കൽപ്പന പ്രകാരം, അങ്ങനല്ലേ 14:5-14. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങി. അവന്റെ ദേഹം ഒരു ചെറിയ ബാലകന്റെ ദേഹം പോലെ. ഇന്ന് രാത്രി നീ അവൻ സ്വത്ത് രോഗശാന്തി തരുവാൻ കഴിവുള്ളവനാ ദൈവം. യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന്. ഏത് മാറാരോഗവും, തീരാ ക്യാൻസറോ, ബ്രെയിൻ ട്യൂമറോ, കിഡ്നി പ്രോബ്ലമോ, എന്തുമാകട്ടെ, ഡോക്ടർമാർ പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, രക്ഷപ്പെടത്തില്ല, ആമൻ സ്തോത്രം, ഇത് മുന്നോട്ടധികം പോകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നോട് പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാ. 1 വാതിക്കൽ പാപം കിടക്കുന്നു, ജയിക്കണം. 2 സംഹാരകൻ നിൽക്കുന്നു, അതിനെ കീഴ്പ്പെടുത്തി മിശ്രയും പെടണം. 3 അവൻ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു, ഞരങ്ങരുതൊരുത്തന്റെ നേരെ ഒരുവൻ. 4 വാതിക്കൽ രോഗശാന്തിക്ക് വേണ്ടി താണ്ടെ സേനാപതി നിൽക്കുന്നു, അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. 5 വാതിക്കൽ എന്തുവാ? അത് വായിച്ച് ഇന്ന് രാത്രിയിലെ പ്രസംഗം നിർത്തുക. അത് വായിച്ചങ്ങ് നിർത്തുക. നിങ്ങൾ ചിന്തിക്കുക, പുള്ളി പയ്യെ തുടങ്ങിയതുള്ള കല്ലേലും ബോധവും വെളിവും ഒന്നും ഉള്ളവനല്ല. പുള്ളി പയ്യെ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴാണ് ഇനി എഴുന്നേറ്റ് പോയാൽ അയാൾ വല്ലതും വിളിച്ചു പോവാ, ഒരു വിവരം ഉള്ളവനല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചിലപ്പോൾ ഭാര്യയും അച്ഛാ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്, യാതൊരു വെളിവുള്ളവനല്ല ഇന്ന് വരുന്നത്. അപ്പോൾ അച്ഛാൻ എങ്ങാനും എഴുന്നേറ്റ് അയാൾ മൈക്കിൽ കൂടെ വല്ലോ വിളിച്ചു പറയാം, ഞങ്ങൾക്ക് നാണക്കേടാ, അതുകൊണ്ട് ബോധവും പൊക്കണോ ഉള്ളവനല്ല വന്നേക്കുന്നത്, നിങ്ങൾ അതുകൊണ്ട് സഹകരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് ഇച്ചിരി വിവരക്കേടുള്ളത് നല്ലതാണെന്ന് ഞാനിപ്പോൾ കരുതുക. എല്ലാവരും അങ്ങ് വിവരമുള്ളവരായാലേ. അല്ല, വിവരക്കേടുള്ളത് കൊണ്ടാണ് എന്നെ വിളിച്ചത്. പണ്ട് മർമാണി കല്യാണം കഴിച്ചു. തൊടുമർമ്മം മുഴുവൻ ഇറക്കി, വലിയ തൊടുന്നിടത്തെല്ലാം മർമ്മമാണ്. പുള്ളി കല്യാണം കഴിച്ചു. പെമ്പളയാ പുള്ളിയെ തല്ലുന്നത്, കപ്പ ഇളക്കുന്ന ഉരുടി. അപ്പം പുള്ളി അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മർമ്മമാണ്. ഇവിടെ ഓരോരുത്തരായിട്ടൊരു അടി കൊടുക്കും. അപ്പം പുള്ളി നോക്കുമ്പോൾ അവിടെ മർമ്മം. പുള്ളി കൈ താത്ത് തള്ള തുടുപ്പിനിടിച്ചു. ചുരുക്കി പറഞ്ഞ മർമാണി ആയതുകൊണ്ട് ഇടി മേടിച്ച് ഊപ്പാട് വരിക. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങ് മർമാണിയായ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവുക, നിർത്തുക. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തുക. 1 വാതിക്കൽ പാപം കീഴ്പ്പെടുത്തി ജയിക്കണം. 2 വാതിക്കൽ സംഹാരകൻ മിശ്രയും വിട്ട് മറകര കയറണം, സ്നാനം. 3 വാതിക്കൽ ന്യായാധിപതി ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. 4 അവൻ വാതിക്കൽ രോഗശാന്തിക്ക് നിൽക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് സൗഖ്യം. 5 ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നമ്മുടെ കൺവെൻഷൻ തീരുകയല്ലേ, അപ്പോൾ അതുകൂടെ പറഞ്ഞ് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 5:2 ഒരു ഓർഡറിൽ അങ്ങ് നിൽക്കട്ടെ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. മതി. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. സ്തോത്രം. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും
സൂരലോകെ ചേരുവാൻ നാഥാ ഞരങ്ങുന്നു സൂരലോകെ ചേരുവാൻ എൻ്റെ മണവാളനെ എന്നിൽ വരവിനു താമസം ഏറെയാകുമോ വരവിൻ അറിയാവുന്നൊരു ചേർന്ന് പാട് അറിയാവുന്നവരങ്ങ് പാട് ഏറെയാകുമോ വരവിനു മകത്വത്തിൻ പ്രഭുവനിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജോലിച്ചെങ്ങും ഇരുളെല്ലാം നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എൻ്റെ മണവാളനെ എന്നിൽ വരവിനു താമസം ഏറെയാകുമോ വരവിനു കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക ഇന്ന് രാത്രി ശ്രദ്ധിക്കുക ആ വാതിക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു വീണ്ടും വരാറായി എബ്രായർ 9:28 എബ്രായർ 10:37 നിങ്ങൾക്ക് മനപ്പാടമാ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമന് പ്രത്യക്ഷപ്പെടും പത്രോസ് പറയുകയായി ഇനി ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക യൂദാവ് 4:15 വായിക്കുന്നത് ആ മനുഷ്യ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ പേരെ പറഞ്ഞ ദുഷ്ടൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ വന്നിരിക്കുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം കർത്താവ് വരാറാ യേശു ഡയറക്റ്റ് പറഞ്ഞല്ലോ ഞാൻ തലമൊരുക്കാൻ പോകുക പോയിച്ച് തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും ആമ ദൂതന്മാര് ആമ യേശു മുകളിലോട്ട് പോയി മേഘം വന്ന് മൂടി മറച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാര് പറയുക ഗലീല പുരുഷന്മാര് നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നു എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന് ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ പൗലോസ് ആമേ തെസ്സലോനിക്കർ 4:13 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ വിശേഷിച്ചതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് സ്വർഗത്തിൽ ആമ ഇറങ്ങി വരാൻ പോകുക അതാ നമ്മുടെ പ്രതീക്ഷ അതാ നമ്മുടെ പ്രത്യാശ യേശു വരാറായി ആരും കൈവിടപ്പെട്ടു പോകരുത് ആരും തള്ളപ്പെട്ടു പോകരുത് കർത്താവിന്റെ വരവിൽ എല്ലാവരും ഒരുക്കപ്പെട്ട് എടുക്കപ്പെടണം അതിനെന്തോ ചെയ്യണം ഒന്ന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി